കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിച്ച് പുതുതലമുറയെ വർഗീയവാദികളും അന്ധവിശ്വാസികളുമാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ കുട്ടികളിൽ ശാസ്ത്രചിന്തകളും ശാസ്ത്ര അഭിരുചികളും വളർത്തി അനീതിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു വൈജ്ഞാനിക സമൂഹമായി പുതുതലമുറയെ വാർത്തെടുക്കാൻ ഉതകുന്ന വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. EMSന്റെ ലോകം എന്ന സെമിനാറിൽ വിദ്യാഭ്യാസത്തിന്റെ കേരള മാതൃക എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചത് അത് അവതരിപ്പിക്കാൻ ഏറ്റവും യോഗ്യനെന്ന് അർദ്ധശങ്കക്കിടയില്ലാതെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ്. നമ്മെ ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഒരു പ്രഭാഷണമാണിത്. വിഷയത്തെ ഗഹനമായി പഠിച്ചാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. EMSന്റെ ലോകം എന്ന 27ാമത് ദേശീയ സെമിനാറിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മാതൃക എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. വലിയൊരു വിഷയമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രധാന സങ്കേതങ്ങളിൽ കൂടെ മാത്രം കടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ 1957 EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഏറ്റവും അധികം സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ടുള്ള മേഖല വിദ്യാഭ്യാസ മേഖലയാണ്. കേരളത്തിൽ വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ രീതി വികസിപ്പിച്ചെടുക്കണം എന്ന ബോധപൂർവമായ ലക്ഷ്യത്തിൽ തന്നെയാണ് EMS അതിന് നേതൃത്വം നൽകിയത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തെ ആ ഭരണകൂടം ഉദ്ദേശിച്ച രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയൂ എന്ന് EMS തിരിച്ചറിഞ്ഞു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരം ഏറ്റതിന് ശേഷം ഈ സമൂഹത്തെ ഇടതുപക്ഷ സംസ്കാരത്തോടുകൂടി തന്നെ വളർത്തണം എങ്കിൽ വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായ ലക്ഷ്യബോധം വേണം. അത് വളരെ വ്യക്തമായി 57 മുതൽ തന്നെ കേരളത്തിൽ നടപ്പിലാക്കി തുടങ്ങി. അതുകൊണ്ടാണ് ഇന്നും കേരളം ഇടതുപക്ഷ സംസ്കാരത്തിൽ ശക്തമായ ഒരു സമൂഹമായിട്ട് നിലകൊള്ളുന്നത്. വിദ്യാഭ്യാസമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. ഇത് ചെറുതായി ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസം പ്രധാനമായിട്ട് 3 തരത്തിലുണ്ട്. ഒന്ന് സാമ്പ്രദായിക വിദ്യാഭ്യാസം, 2 പ്രതിലോമ വിദ്യാഭ്യാസം, 3 പുരോഗമന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം. ഇങ്ങനെ 3 തരത്തിലുണ്ട്. അത് ഓരോന്നും എന്താണ് എന്ന് ചുരുക്കി വിശദീകരിക്കാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഉപകരണം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞു. അത് വ്യക്തമാക്കുന്ന 2 അഭിപ്രായങ്ങൾ പറയാം. ഒന്ന് ഗ്രാംഷിയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ്. സാമ്പ്രദായിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗ്രാംഷി പറഞ്ഞത് ഭരണകൂടം ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹ മനസ്സിൽ എത്തിച്ച് സമൂഹ മനസ്സാക്ഷിയെ ഭരണകൂടത്തോട് ഒപ്പം നിർത്തുക. ഒരു ജനതയെ ഭരണകൂടത്തോടൊപ്പം നിർത്താൻ ഭരണകൂടം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഉപകരണമാണ്, ആയുധമാണ് സാമ്പ്രദായിക വിദ്യാഭ്യാസം. ഞാൻ നേരത്തെ പറഞ്ഞത് തമ്മിൽ ബന്ധം മനസ്സിലായിട്ടുണ്ടാവും. ഒരു ജനത എങ്ങനെ ഒരു ഭരണകൂടത്തിനൊപ്പം പോകുന്നു, അതിന് വിദ്യാഭ്യാസത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൽ ഭരണകൂടം ഉൽപ്പാദിപ്പിക്കുന്ന അതിനനുസരിച്ചുള്ള ഒരു ഭരണകൂടം ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ സമൂഹ മധ്യത്തിൽ എത്തിക്കുന്നു. അങ്ങനെ ആ സമൂഹത്തെ ഭരണകൂടത്തോടൊപ്പം നിർത്തുന്നു. ഭരണകൂടത്തോട് കലഹിക്കാത്തൊരു സമൂഹത്തെ സൃഷ്ടിച്ച്
ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള, വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആശയം സൃഷ്ടിച്ചെടുക്കുകയാണ്. വളരെ ബോധപൂർവമാണ്. അങ്ങനെ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിലൂടെ വ്യവസ്ഥയെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അൽത്തൂസർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇതേ ആശയം തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൽത്തൂസർ പറഞ്ഞത് ചൂഷണ വ്യവസ്ഥയെ അതേപടി അംഗീകരിക്കാൻ പറ്റുന്നൊരു മനസ്സിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അൽത്തൂസർ പറഞ്ഞതുപോലെ ചൂഷണാധിഷ്ഠിത വ്യവസ്ഥയെ അംഗീകരിക്കുന്ന മനസ്സിനെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചൂഷണാധിഷ്ഠിത വ്യവസ്ഥയെ അംഗീകരിക്കുന്ന മനസ്സിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ചൂഷണ വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോവുക. ആ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം, പ്രധാനമായ രാഷ്ട്രീയ ലക്ഷ്യം വ്യവസ്ഥയെ നിലനിർത്തുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ആ ആശയത്തോട്, ആ വ്യവസ്ഥയോട് കലഹമില്ലാതെ ആ വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനെ ഉൽപ്പാദിപ്പിക്കുവാൻ അന്നത്തെ സിലബസിനെയും കരിക്കുലത്തെയും പാഠ്യപദ്ധതിയെയും പാഠപുസ്തകത്തെയും ഉപയോഗിക്കുകയാണ്. ഇത് ഓരോ ഉദാഹരണം പറഞ്ഞ് മണിക്കൂറുകൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കൃത്യമായി അത് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. അക്കാലത്ത്, അതായത് സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലം, അതിൻ്റെ സിലബസ്, അതിൻ്റെ പാഠ്യപദ്ധതി, അതിൻ്റെ പാഠപുസ്തകങ്ങൾ, ഈ കൃത്യമായിട്ട് ഈ അംശങ്ങൾ നിഴലിച്ചല്ല, വ്യക്തമായി കാണാം. സമൂഹ മനസ്സിനെ ചൂഷണ വ്യവസ്ഥയോട് ചേർത്ത് നിർത്തുന്ന ഇടപെടലാണ് അവിടെ നടത്തുന്നത്. അതോടെ കുറേ ഇൻഫർമേഷൻസും നൽകുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കുന്നില്ല. അതും ഉണ്ടായിരിക്കാം, ആധുനികതയൊക്കെ ഉണ്ടാകും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം ഇതാണ്. അതുകൊണ്ട് നിലനിൽക്കുന്ന ചൂഷണാധിഷ്ഠിത വ്യവസ്ഥയെ നിലനിർത്തി ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിനെയാണ് നമ്മൾ സാമ്പ്രദായിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിദ്യാഭ്യാസം അതാണ്. വ്യവസ്ഥയെ നിലനിർത്തുകയാണ് വേണ്ടത്. അപ്പോൾ വ്യവസ്ഥയെ നിലനിർത്താനുള്ള വിദ്യാഭ്യാസം അതാണ് സാമ്പ്രദായിക വിദ്യാഭ്യാസം. പക്ഷേ ന്യൂലിബറൽ കാലഘട്ടത്തിൽ അല്പം കൂടി അതിന് മാറ്റം, അപകടകരമായ മാറ്റം വന്നു. അത് കമേഴ്സ്യലൈസേഷനാണ്. അതായത് കച്ചവടവൽക്കരണമാണ്, കമ്പോളവൽക്കരണമാണ്. സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിലെ വർത്തമാനകാല പ്രശ്നം എന്ന് പറയുന്നത്, അതായത് ന്യൂലിബറൽ കാലഘട്ടത്തിൽ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ കമ്പോളവൽക്കരണമാണ്. അപ്പോൾ കമ്പോളവൽകൃത സാമ്പ്രദായിക വിദ്യാഭ്യാസമാണ് വലതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ രീതി. എന്തിനാത്? കമ്പോളവൽകൃത സംസ്കാരം മനസ്സിൽ ഉൽപ്പാദിപ്പിച്ച് ഫാഷിസ്റ്റ് ആശയങ്ങളും ന്യൂലിബറൽ ആശയങ്ങളും മനസ്സിൽ നിൽക്കാനുള്ള അവസരമുണ്ടാക്കി ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ താല്പര്യം നിലനിർത്തുന്ന ഒരു വ്യവസ്ഥയെ നിലനിർത്തുക. അപ്പോൾ ന്യൂലിബറൽ പോളിസിക്ക് മുമ്പ് വലതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിലൂടെ അന്നത്തെ വ്യവസ്ഥ നിലനിർത്താനാണ്. ഫ്യൂഡൽ വ്യവസ്ഥയുടെ അംശങ്ങൾ ബാക്കിയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ വർഗ സ്വഭാവമൊന്നും ഇങ്ങനത്തെ ഒരു വേദിയിൽ ഞാൻ പറയേണ്ടതില്ല. ആ വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വ്യവസ്ഥയെ ഇവിടെ നിലനിർത്താൻ വിദ്യാഭ്യാസത്തിൻ്റെ ഈ ഘടകങ്ങളെയൊക്കെ ഉപയോഗിക്കുകയാണ്. അതിൽ ചില മാറ്റങ്ങൾ 91-ന് ശേഷം ഇന്ത്യയിൽ വന്നു. ആ മാറ്റമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മാത്രം പോരാ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഫിനാൻസ് ക്യാപിറ്റലിന് അനുകൂലമാക്കി മാറ്റി നിലനിർത്തത്തക്ക രീതിയിൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കണം. അതാണ് സാമ്പ്രദായിക വിദ്യാഭ്യാസത്തെ കമേഴ്സ്യലൈസ് ചെയ്തപ്പോഴുണ്ടാകുന്ന അനുഭവം. ഇത്രയും പറഞ്ഞാൽ മുഴുവൻ മനസ്സിലാവില്ല, ഉദാഹരണം സമയമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല, ആശയം മാത്രം പറയാം. അപ്പോൾ സാമ്പ്രദായിക വിദ്യാഭ്യാസം അത് കമേഴ്സ്യലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ശരി, അങ്ങനെ ന്യൂലിബറൽ പോളിസി വന്നു. ന്യൂലിബറൽ പോളിസി വളർന്നു വരുന്തോറും വർഗീയത വളർന്നു വന്നു. ന്യൂലിബറൽ പോളിസി മുന്നോട്ട് പോകുമ്പോൾ വർഗീയതയും മതനിരപേക്ഷതയും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരച്ചാൽ ന്യൂലിബറൽ പോളിസി മുന്നോട്ട് പോകുമ്പോൾ മതനിരപേക്ഷതയുടെ ഗ്രാഫ് താഴോട്ട് 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 വന്ന് അതേസമയം വർഗീയതയുടെ ഗ്രാഫ് മുകളിലോട്ട് വരിക ചെയ്ത്. അതിൻ്റെ അർത്ഥം വ്യവസ്ഥയിൽ മാറ്റം വരുന്നു എന്നാണ്.
കൂടുതൽ കൂടുതൽ വർഗീയ ചിന്തകൾ വളർന്ന് ഫാഷിസത്തിലേക്ക് എത്താവുന്ന രീതിയിൽ വളർന്നു വരുമ്പോൾ അതിനനുസരിച്ച് വിദ്യാഭ്യാസത്തെ മാറ്റണം. ആ വ്യവസ്ഥ നിലനിൽക്കത്തക്ക രീതിയിൽ വിദ്യാഭ്യാസത്തെ മാറ്റണം. ആ മാറ്റമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ, നവവിദ്യാഭ്യാസ നയത്തിലൂടെ BJP മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിലെന്താ, ആ വിദ്യാഭ്യാസത്തെ സാമ്പ്രദായിക വിദ്യാഭ്യാസം ആണോ പറയുക? അല്ല, അതാണ് പ്രതിലോമ വിദ്യാഭ്യാസം. പ്രതിലോമ വിദ്യാഭ്യാസമാണ്. അപ്പോൾ പ്രതിലോമ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹ മനസാക്ഷിയെ ഇവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള മൗലിക ചിന്തകൾ ഉണർത്തുന്ന ഒന്നായിട്ട് മാറ്റിയെടുക്കുക. അങ്ങനെ മനുഷ്യ മനസ്സുകളെ പിറകോട്ട് കൊണ്ടുപോയി, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇത്രയും പറഞ്ഞാൽ ഇങ്ങനൊരു സദസ്സിന് മനസ്സിലാവും. മനുഷ്യ മനസ്സിനെ പിറകോട്ട് കൊണ്ടുപോവാണ്. ശാസ്ത്രം എന്തു പറഞ്ഞാലും അത് മുഴുവൻ നമ്മുടെ പിറകിലുണ്ട്. ഏത് വിഷയമെടുത്താലും അതൊക്കെ ഇന്ത്യയുടെ പഴയ നൂറ്റാണ്ടുകൾ മുമ്പുള്ള രേഖകളിലൊക്കെ ഉണ്ട്. അത് ഒരു ഉദാഹരണമാണ്. നിങ്ങൾ പീരിയോഡിക് ടേബിൾ പഠിക്കേണ്ട, ആധുനിക ശാസ്ത്രത്തിൻ്റെ മുന്നോട്ട് പോക്കുള്ള രീതിശാസ്ത്രങ്ങൾ നിങ്ങൾ അറിയണ്ട, പഞ്ചഭൂത സിദ്ധാന്തം അറിഞ്ഞാൽ മതി. അങ്ങനെ പിറകിലോട്ട് മനുഷ്യ മനസ്സിനെ കൊണ്ടുപോയി മനുഷ്യ മനസ്സിനെ വരേണ്യ യുക്തിയിലേക്ക് എത്തിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് പ്രതിലോമ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ പ്രതിലോമ വിദ്യാഭ്യാസത്തിലൂടെ മുതലാളിത്ത യുക്തി ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം, ഫിനാൻസ് ക്യാപിറ്റൽ യുക്തി ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം വരേണ്യ യുക്തി ഉൽപ്പാദിപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന പാഠപുസ്തകവും പാഠ്യപദ്ധതിയുമാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ BJP സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത്. അവരുടെ ഓരോ പാരഗ്രാഫും വായിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പറയുന്ന മാറ്റങ്ങൾ വളരെ ബോധപൂർവം സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിലെ ഘടകങ്ങളെ മാറ്റി പുരോഗമന വിദ്യാഭ്യാസത്തിൽ അത് പോകാതെ വരേണ്യയുക്തി മനുഷ്യ മനസ്സിലുണ്ടാകത്തക്ക രീതിയിൽ മനസ്സിനെ പിറകോട്ട് നയിക്കുന്ന വിദ്യാഭ്യാസ രീതികൾ. ഇതാണ് പാഠപുസ്തകം. പാഠപുസ്തകത്തിൽ ഓരോ കണ്ടന്റ് എടുത്താലും ഞാനത് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് പീരിയോഡിക് ടേബിൾ എടുത്തു കളഞ്ഞത് എന്ന്. അത് പ്രപഞ്ചത്തിൻ്റെ യുക്തിയാണ്. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ യുക്തിയാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ഇവിടെ വെച്ചു, ഹീലിയം ഗ്യാസ് ആണെങ്കിൽ അത് അവിടെ വെച്ചിരിക്കുന്നത്. അതായത് പീരിയോഡിക് ടേബിൾ എന്താണെന്ന് അറിയണവർക്ക് മുഴുവൻ മനസ്സിലാവുള്ളൂ. ഇവിടെ അവിടെ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും സമയമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു ഭാഗത്ത് ഹൈഡ്രജനും അതേ ഗ്യാസ് മറുഭാഗത്ത് അങ്ങോട്ട് ഹീലിയവും വെച്ചിരിക്കുന്നു. എന്താ അതിൻ്റെ യുക്തി? ആ യുക്തി എന്നുള്ള ചിന്തയിലേക്ക് വരരുത്. യുക്തി ചിന്തയിലേക്ക് വരരുത്. യുക്ത്യാധിഷ്ഠിതമായ ചിന്ത ഉണ്ടാകരുത്. ശാസ്ത്രബോധം ഉണ്ടാകരുത്. അന്ധമായ വിശ്വാസങ്ങളെ ഉണ്ടാകാവൂ എന്ന വരേണ്ട യുക്തിയിലേക്ക് കുട്ടികളുടെ മനസ്സിനെ മാറ്റാൻ ലക്ഷ്യം. കുട്ടികൾ എന്തിനാ ഇത്രയും വലിയ പീരിയോഡിക് ടേബിൾ പഠിക്കുന്നത്? എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? വളരെ ലളിതമായ ചോദ്യത്തിലൂടെ മനുഷ്യ മനസ്സിനെ അതാണ് ശരി എന്ന് തോന്നിപ്പിക്കുകയാണ്. ഇത്ര പീരിയോഡിക് ടേബിൾ 118 മൂലകങ്ങൾ വളരെ കൃത്യമായി വിന്യസിച്ച് ഓരോന്നും എങ്ങനെയാണ് മാറുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇത്ര ബുദ്ധിമുട്ടി എന്തിനീ പാവങ്ങൾ കുട്ടികൾ പഠിക്കണത്? അത് നമുക്ക് മാറ്റിക്കളയാം. അതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിൻ്റെ യുക്തിയിലേക്ക് കുട്ടികളുടെ മനസ്സ് പോകരുത്. സൃഷ്ടിവാദം എന്ന സങ്കല്പത്തിലേക്കും പഞ്ചഭൂത സിദ്ധാന്തം എന്ന സങ്കല്പത്തിലേക്കും പുതിയ തലമുറയുടെ മനസ്സിനെ കൊണ്ടുപോയി വരേണ്യയുക്തിയിലേക്ക് എത്തിച്ച് അവരുടെ വർഗീയ താല്പര്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലാണ്. വിദ്യാഭ്യാസ രീതിശാസ്ത്രത്തിലൂടെ ഒരു സമൂഹ മനസ്സിനെ പിറകോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് മൗലിക ചിന്തകൾ വരുന്നത്. ഡോക്ടർ ഐസക് നേരത്തെ അവിടെ പറഞ്ഞില്ലേ, സാമുദായികമായിട്ടുള്ള ഇടപെടൽ അത് മാറിയുന്ന എങ്ങനെയാണ് അത് പൊളിറ്റിക്കലായത് എന്നും അത് തിരിച്ചെങ്ങനെയാണ് ഇപ്പോൾ BJP ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വിദ്യാഭ്യാസ രീതിശാസ്ത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇവർ മാറ്റുന്ന ഓരോന്നും ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തു എന്നുള്ള പീരിയോഡിക് ടേബിൾ ഒരു ക്ലാസ് അല്ല എന്നുള്ള നിലയ്ക്ക് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രപഞ്ചത്തിൻ്റെ ഫിലോസഫിയാണ് ഈ പീരിയോഡിക് ടേബിൾ നിഴലിച്ച് കാണുക. ഓരോന്നും ഞാൻ പഠിപ്പിച്ചു തരാം കൃത്യമായിട്ട്. ഒരു എലിമെൻ്റ് എന്തുകൊണ്ട് അവിടെ ഇവിടെ വെച്ച് അതെന്താണ് പ്രപഞ്ചത്തിലെ ഈ മറ്റേ സ്റ്റാഴ്സും ഇവരും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു കടലാസിലെ ഒരു അറേഞ്ച്മെൻറ്റിലൂടെ പ്രപഞ്ചത്തിൻ്റെ ഫിലോസഫി വരികയാണ്. അവിടെ സൃഷ്ടിവാദത്തിന് എന്ത് പ്രസക്തിയുള്ളത്? സൃഷ്ടിവാദത്തിൻ്റെ പ്രസക്തി ഇവിടെ നിലനിൽക്കുന്ന ഈ ലോജിക്ക് ഇവിടെ ഇല്ലാതാകണം. പ്രപഞ്ചത്തിൻ്റെ ലോജിക്ക്, പ്രപഞ്ചത്തിൻ്റെ യുക്തി, പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രം ഇവിടെ ഇല്ലാതാകണം. വളരെ ബോധപൂർവം അങ്ങനെ കേരളത്തിൽ നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ ജനതയെ പിറകോട്ട് നയിക്കുന്നു. അതിനെയാണ്
പ്രതിലോമ വിദ്യാഭ്യാസം എന്ന് പറയും. അന്ന് ഗ്രാംഷി പറഞ്ഞു തന്നെ ഇവിടെ പ്രസക്തം. ഭരണകൂടം ഉൽപ്പാദിപ്പിക്കുന്ന ആശയങ്ങൾ, വർഗീയ ആശയങ്ങൾ, മൗലിക ചിന്തകൾ, മറ്റേ വരേണ്യ താല്പര്യങ്ങൾ, അതിലേക്ക് സമൂഹ മനസ്സിനെ കൊണ്ടുവന്ന് ഭരണകൂടത്തോട് കലഹിക്കാത്ത ഒരു മനസ്സിനെ സൃഷ്ടിച്ച് വർഗീയത വളർത്തുവാനുള്ള, അവരുടെ താല്പര്യം വളർത്തുവാനുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുക. അതിനാണ് വിദ്യാഭ്യാസം. എന്നാൽ പാഠപുസ്തകം എടുത്ത് നോക്കിക്കോളൂ. ഇത്രയും കേട്ടതിന് ശേഷം പരിഷ്കരിച്ച NEP അനുസരിച്ചുള്ള പാഠപുസ്തകങ്ങളിലെ സിലബസ് ഒന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ വ്യക്തമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൽ നിന്ന് പ്രതിലോമ വിദ്യാഭ്യാസത്തിലേക്ക് പോയി എന്നുള്ളതാണ് വർഗീയത വളർന്നു വന്നപ്പോൾ ഇന്ത്യൻ സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയ അപകടം. EMSനെ ഓർക്കുമ്പോൾ നേരെ തിരിച്ചൊരു സമൂഹത്തെ കൊണ്ടുപോയ ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനം, അതിനെ എത്ര കണ്ട് ഓർക്കണം എന്ന് നമുക്ക് വ്യക്തമാവും. ഞാനത് പറയാം. ഇതാണ് ഏറ്റവും അപകടകരമായി ഇന്ത്യയിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രതിലോമ വിദ്യാഭ്യാസ വളർച്ചയിലൂടെ സമൂഹ മനസ്സിനെ മുഴുവൻ പിറകോട്ട് വരേണ്ട യുക്തിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇടപെടേണ്ടത്. വിദ്യാഭ്യാസ രംഗത്തുള്ള സമരങ്ങളൊക്കെ ഈ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മാറ്റത്തെ തുറന്നു കാണിച്ചുകൊണ്ടാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. ഒരു എക്സാമ്പിൾ ഞാൻ പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടിക പോലെ തന്നെയാണ്. പിന്നെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എന്തുകൊണ്ട് എടുത്തു കളഞ്ഞു, അങ്ങനെ എടുത്തു കളഞ്ഞ ചാപ്റ്ററുകളൊക്കെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററുകൾ എടുത്തു കളഞ്ഞതൊക്കെ ഉണ്ടല്ലോ, എത്ര സയൻറ്റിഫിക്കായിട്ട് എത്ര സൂക്ഷ്മമായി പഠിച്ചിട്ടാണ് എടുത്തു കളഞ്ഞ് എന്നുള്ള കാര്യത്തിൽ അത്ഭുതം തോന്നും. എന്തെങ്കിലും അങ്ങ് എടുത്തു മാറ്റമല്ല ചെയ്തത്. ഞാനീ പറഞ്ഞ സാമ്പ്രദായിക യുക്തിയിൽ നിന്നും വരേണ്യ യുക്തിയിലേക്ക്, മുതലാളിത്ത യുക്തിയിൽ നിന്നും ഫിനാൻസ് ക്യാപിറ്റൽ യുക്തിയിൽ നിന്നും സാമ്പ്രദായിക യുക്തിയിലേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റുന്ന കൃത്യമായ മറ്റ് മാറ്റങ്ങളാണ് ഓരോ പാഠപുസ്തകത്തിലും സിലബസിലും വരുത്തിയിട്ടുള്ളത്. വളരെ വളരെ ബോധപൂർവം അപകടകരമായ ഇന്ത്യയിലുള്ളത് ഈ മാറ്റമാണ്. ഈ വരേണ്യ യുക്തിയിലേക്കുള്ള ഈ പ്രതിലോമ വിദ്യാഭ്യാസത്തിലേക്കുള്ള മാറ്റമാണ്. BJP ഏറ്റവും അപകടകരമായി ഇന്ത്യയിൽ ചെയ്യുന്നത് ഇതാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. വരാൻ പോകുന്ന തലമുറയുടെ മനസ്സ് ഏതെല്ലാം ചിന്തയുള്ളതായിരിക്കുമെന്ന് ഏകദേശം വ്യക്തമായി കാണും. ശരി, ദീർഘിപ്പിക്കുന്നില്ല. മൂന്നാമത്തെ ഞാൻ പറഞ്ഞത് എന്താ? അതാണ് സഖാവ് EMS മുന്നോട്ട് വെച്ച ആശയം, പുരോഗമന വിദ്യാഭ്യാസം. പുരോഗമന വിദ്യാഭ്യാസത്തിന് ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുക. എന്താ അത്? ഇത് രണ്ടുമല്ല. അതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത. അതാണ് കേരളത്തിൻ്റെ മാതൃക. എന്താ വ്യത്യാസം? നിലനിൽക്കുന്ന വ്യവസ്ഥ നിലനിർത്തുക എന്നുള്ളതല്ല പുരോഗമന ചിന്ത, ഇടതുപക്ഷ ചിന്ത. വ്യവസ്ഥയെ മാറ്റുക എന്നുള്ളതാണ്. വ്യവസ്ഥയെ മാറ്റണമെന്നുണ്ടെങ്കിൽ വ്യവസ്ഥയെ മാറ്റുകയാണ് വേണ്ടത് എന്ന മനസ്സ് ഉൽപ്പാദിപ്പിക്കണം. അതായത് ആ ചിന്തയുള്ള മനസ്സിനെ വളർത്തിക്കൊണ്ടുവരണം. എന്താ വഴി? ഒറ്റ വഴിയുള്ളൂ. പൗലോ ഫ്രയറാണ് അത് ആദ്യം പറഞ്ഞത്. വിദ്യാഭ്യാസം വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ് എന്ന് പറഞ്ഞത് പൗലോ ഫ്രയറാണ്. പൗലോ ഫ്രയർ അന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾക്ക് ഈ വ്യവസ്ഥയോട് എതിർപ്പുണ്ടെങ്കിൽ ആ വ്യവസ്ഥയോട് വിമർശനമുള്ള മനസ്സിനെ ഉൽപ്പാദിപ്പിക്കണം. ആ വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനെ അല്ല ഉൽപ്പാദിപ്പിക്കേണ്ടത്. ആ വ്യവസ്ഥയിൽ നിന്ന് പിറകോട്ട് കൊണ്ടുപോകുന്ന മനസ്സിനെ അല്ല ഉൽപ്പാദിപ്പിക്കേണ്ടത്. ആ വ്യവസ്ഥയോട് വ്യക്തമായ വിമർശനമുള്ള, ചൂഷണത്തോട് വിമർശനമുള്ള, ഫ്യൂഡലിസത്തോട് വിമർശനമുള്ള, കൊളോണിയലിസത്തോട് വിമർശനമുള്ള, ആധിപത്യത്തോട് വിമർശനമുള്ള മനസ്സിനെ ഉൽപ്പാദിപ്പിക്കണം. അതിന് വേണ്ട പാഠ്യപദ്ധതിയും പാഠപുസ്തകവും പെഡഗോജിയും വേണം. അതാണ് ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത്. അതിനെയാണ് വിമർശനാത്മക ബോധനശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് ആധുനിക വിദ്യാഭ്യാസം, കേരളത്തിൻ്റെ മാതൃകയിലുള്ള വിദ്യാഭ്യാസം സമൂഹ മനസ്സിൽ, കുട്ടിയുടെ മനസ്സിൽ എന്തിനോടും വിമർശനം ഉണ്ടാക്കുന്ന ഇടപെടലാണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് എന്തിനോടും വിമർശനാത്മകമായി സംവദിക്കുകയും അതിലെ പ്രതിലോമ ഘടകത്തെ തിരിച്ചറിയുകയും അതിനെ മാറ്റണം എന്ന ആശയം ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ്
വ്യവസ്ഥയെ മാറ്റാൻ സമൂഹം ഒരുങ്ങുക. ഒരു ഉദാഹരണം മനസ്സിലായി. അന്ധവിശ്വാസം. സമൂഹത്തിൽ അന്ധവിശ്വാസമുണ്ട്. ആ സമൂഹം പുരോഗമിക്കുമോ? നെവർ. ആ അന്ധവിശ്വാസം നിലനിർത്തണം എന്നുള്ളതാണ് പ്രതിലോമ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. കാരണം അപ്പോഴേ വർഗീയത വളർത്താൻ സാധിക്കുള്ളൂ, പ്രപഞ്ചം സൃഷ്ടിച്ചതാണ് എന്ന ചിന്ത വളർത്താൻ സാധിക്കുള്ളൂ. ആ അന്ധവിശ്വാസം ഇല്ലാതാകാനുള്ള വഴി അന്ധവിശ്വാസത്തോട് വിമർശനമുള്ള മനസ്സിനെ ഉൽപ്പാദിപ്പിക്കുക. ഇത് തെറ്റാണോ? സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണോ? ഭൂമി സൂര്യനെ ചുറ്റുകയാണോ? അതേതാണ് എന്ന് സയൻസ് വളരെ വ്യക്തമായി സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല, സൂര്യനെയാണ് ഭൂമി ചുറ്റുന്നത് എന്ന സങ്കല്പത്തിൽ പല ശാസ്ത്രങ്ങളും വളർത്തിയെടുത്തിട്ടുണ്ട്. അതാണ് ശരിയെന്ന് പറയുന്ന മനസ്സിനെ നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അതേസമയം ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത് എന്ന ആ ചിന്ത ശാസ്ത്രബോധമായി, ശാസ്ത്രവിവരമല്ല, വിവരം എന്നുള്ളത് ഇൻഫർമേഷനാണ്, അറിവ് എന്നുള്ളത് നോളജാണ്. ശാസ്ത്രബോധമായി വരുമ്പോൾ, അത് ശാസ്ത്രബോധമായിട്ട് വരുമ്പോൾ ഈ പറയുന്ന സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്ന ആ ശാസ്ത്രത്തിനെതിരെ മനസ്സുയരും. ഇതാണ് വിമർശനം. ഇവിടെ ചൂഷണ സാധ്യതയുള്ള ഒരുപാട് ഘടകങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ മനസ്സിൻ്റെ ചിന്ത വളരണം. ഇതിനാണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്, വിമർശനാത്മക ബോധനശാസ്ത്രം എന്ന് പറയുന്നത്. പഠിപ്പിക്കുന്നതിൻ്റെ രീതിശാസ്ത്രം ഈ പറയുന്ന തന്ത്രത്തെ ആസ്പദമാകുമ്പോൾ സമൂഹത്തിന് തെറ്റുകളെ തിരിച്ചറിയാനും അശാസ്ത്രീയതയെ തിരിച്ചറിയാനും ശാസ്ത്രീയയിലേക്ക് സഞ്ചരിക്കാനും മനസ്സുണ്ടാവും. ഇതാണ് പുരോഗമനം. ഇതിനെ പുരോഗമനം എന്ന് പറയുന്നത്. എന്താ ഇന്നും കേരളം ഈ ഒരു ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കണ്ട. ഈ വർഗീയത വർഗീയത ഇന്ത്യയിൽ മുഴുവൻ ഇത് വന്നിട്ട് എന്തുകൊണ്ട് മതനിരപേക്ഷ സംസ്കാരം നിലനിർത്തുന്നു? ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ളതൊന്നും നോക്കണ്ട, പല കാരണങ്ങളുണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇന്നും കേരളം നിൽക്കുന്നത് ഈ വിദ്യാഭ്യാസ രീതിശാസ്ത്രം കൊണ്ടാണ്. 57 സഖാവ് EMS പുരോഗമന വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അലയടികളാണ് ഇപ്പോഴും ഈ സമൂഹത്തിൽ നിൽക്കുന്നത്. കാരണം അത് പുരോഗമന വിദ്യാഭ്യാസമാണ്. ആ പുരോഗമന വിദ്യാഭ്യാസം ഈ സമൂഹത്തിൽ എല്ലാവർക്കും ലഭിക്കണം. യെസ്, അനദർ മാതൃക കേരളത്തിൻ്റെ. എല്ലാവർക്കും ലഭിക്കണം. ചിലർക്ക് മാത്രം ലഭിച്ചാൽ പോരാ, എല്ലാവർക്കും ലഭിക്കണം. അതാണ് പൊതു വിദ്യാഭ്യാസം. അവർ സമൂഹത്തിലെ മുഴുവൻ പേർക്കും അത് കിട്ടണം. മുഴുവൻ പേർക്കും ഈ സമൂഹത്തിലെ തെറ്റുകളോട് പ്രതികരിക്കാനും ചോദ്യം ചെയ്യാനുള്ള മനസ്സുൽപ്പാദിപ്പിക്കാനും അങ്ങനെ പ്രതികരണവും നിലവിലുള്ള വ്യവസ്ഥയ്ക്കെതിരെ പോരാടാനുള്ള മനസ്സും വളർത്തണം. ഇങ്ങനെയാണ് പുരോഗമന സമൂഹത്തെ വളർത്തുക. കെട്ടിടവും റോഡും പണിതുകൊണ്ട് മാത്രം ഇതൊന്നും ഉണ്ടായിന്ന് വരില്ല. മനസ്സിൽ പുരോഗമന ചിന്ത വളർത്തുന്നത്, അതാണ് വിദ്യാഭ്യാസം. ഓരോ പാഠപുസ്തകത്തിൻ്റെ ഒരു പേജ് എടുത്തോളൂ, സമയം ഉണ്ടെങ്കിൽ പഠിപ്പിച്ചു തരാം അത് എങ്ങനെയാണ് ഓരോന്നും ഇത് മൂന്നിലും വരുന്നത് എന്ന്. ഒരു ചിത്രങ്ങൾ വരെ മനസ്സിനെ ഒതുക്കി നിർത്തി ആരോടും ഒന്നും ചോദ്യം ചെയ്യാതെ ഒന്നിനെയും എതിർക്കാതെ ഒരു ജനതയെ സൃഷ്ടിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സാമ്പ്രദായിക പ്രതിലോമ വിദ്യാഭ്യാസങ്ങളെ മറികടന്നാലേ ഈ വ്യവസ്ഥയെ മാറ്റി പുതിയൊരു വ്യവസ്ഥ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുള്ളൂ. ആ മനസ്സ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം. അതാണ് പുരോഗമന വിദ്യാഭ്യാസം. അതിൻ്റെ പെഡഗോജിയാണ് ക്രിട്ടിക്കൽ പെഡഗോജി. അത് മാത്രമല്ല, 2016 മുതൽ നമ്മൾ അതിനെ ആധുനികവൽക്കരിക്കുകയാണ്. കമ്പ്യൂട്ടറുകളും എല്ലാം അതൊക്കെ വെറും ഉപകരണങ്ങൾ മാത്രമാണ്. അവിടെ എന്താ ഉദ്ദേശിച്ചത്? ടെക്നോ പെഡഗോജി എന്ന് പറയുന്ന ഒരു പുതിയ ആശയം ബോധനശാസ്ത്രത്തിൽ കൊണ്ടുവരികയാണ്. ആധുനിക പെഡഗോജി ഉപയോഗിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മുഴുവൻ അറിവുകൾ, ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അറിവുകളെ മുഴുവൻ സ്വാംശീകരിക്കാനുള്ള സാധ്യത അതിലൂടെ ഒരുങ്ങുകയാണ്. രവീന്ദ്രനാഥ് ടാഗോർ ഒരിക്കൽ ഒരാശയം പറഞ്ഞു, വളരെ ഗീതാഞ്ജലി അതുപോലെ മനോഹരമായ കവിതകൾ എഴുതിയപ്പോൾ ആരോ അദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെ ഇതൊക്കെ കഴിയുന്നു എന്ന്. അദ്ദേഹം മറുപടി എന്താണെന്നറിയാം? എൻ്റെ വീടിൻ്റെ കിളിവാതിലുകൾ
ലോകത്തേക്ക് തുറന്നിട്ടിരിക്കുകയാണ്, അടയ്ക്കുന്നതേയില്ല. അങ്ങനെ തുറന്നിട്ട ആ കിളിവാതിലുകളിലൂടെ ലോക സംസ്കൃതി കടന്നു വരികയാണ്. ലോകത്തെവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളും ഒഴുകിയെത്തുകയാണ്. അതെല്ലാം അങ്ങനെ ഒഴുകിയെത്തി ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ ഞാൻ എഴുതുന്ന മുറിയിൽ വന്ന് നിറയുകയാണ്. ആ അന്തരീക്ഷത്തിലാണ് ഈ മഹാകവിതകളൊക്കെ എഴുതാൻ കഴിയുന്നത്. അറിവിൻ്റെ ലോകം തൻ്റെ നാം വീട്ടിലേക്ക് കൊണ്ടുവന്നു അറിവിൻ്റെ ലോകത്തിൽ ലയിച്ച് ലയഭാവത്തിൻ്റെ സമഷ്ടിയിൽ മനോഹരമായ കവിതകൾ ഉൽപ്പാദിപ്പിക്കുന്ന മഹാകവികളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മുടെ ക്ലാസ് മുറികൾ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മുറികൾ. ലോകത്തേത് കോണിലും എന്ത് പുതിയ ആശയം ഉൽപ്പാദിപ്പിക്കപ്പെട്ടാലും വിതിൻ നോ ടൈം നല്ല അധ്യാപകനാണെങ്കിൽ ആ വിവരം ക്ലാസ്സിൽ കുട്ടിയുടെ മുന്നിൽ എത്തിക്കാൻ ഇന്ന് കഴിയും. എന്തിനാ വിവരം കിട്ടുന്നത്? ഈ വിമർശന ബോധത്തെ ഉത്തേജിപ്പിക്കുവാനാണ്, ചിന്തയെ വളർത്താനാണ്, ചിന്തയ്ക്ക് ചിറക് വെപ്പിക്കാനാണ്. അങ്ങനെ ചിന്ത ചക്രവാളം വരെ എത്തുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇവിടെ നിഷേധിക്കേണ്ടതിനെ ശക്തമായി എതിർത്തുകൊണ്ട് സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസമാണ് പുരോഗമന വിദ്യാഭ്യാസം. അത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ അത് ആധുനിക പുരോഗമന വിദ്യാഭ്യാസമായിട്ട് മാറുകയാണ്. അതും ജനകീയമാണ്. ഇങ്ങനെ വരുമ്പോൾ ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. എങ്ങനെ വൈജ്ഞാനിക സമൂഹം കേരളത്തിലുണ്ടാവും? കേരളത്തിൽ മാത്രമേ അതുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ പുരോഗമന വിദ്യാഭ്യാസ സ്ഥലത്തെ അതുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് കേരള മാതൃക. എന്താ അത്? ഇന്ന് ന്യൂ ലിബറൽ പോളിസി തകർന്നിരിക്കുകയാണ്. ഡോക്ടർ ഐസക് ഇവിടെ സൂചിപ്പിച്ചൊരു ചെറിയ സൂചന തന്നു. സ്റ്റിഗ്ലിറ്റ്സിൻ്റെയും പിക്കറ്റിയുടെയൊക്കെ പുസ്തകം ഒക്കെ അത് വ്യക്തമാക്കുകയാണ്. അങ്ങനെ ആഗോള മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ തകർന്നപ്പോൾ അവർ പുതിയൊരു സമ്പദ് വ്യവസ്ഥയിലേക്ക് പോവുകയാണ്. മുതലാളിത്തത്തെ നിലനിർത്താൻ ഓരോ കാലവും 29 പിന്നെ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോഴും ഒക്കെ എന്ന് തകർന്നോ അന്ന് അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് അവർ ശ്രമിക്കുന്നത് പുതിയ ഒരു വ്യവസ്ഥയിലേക്ക് ലോകത്തെ കൊണ്ടുപോയിട്ടാണ്. അതിൻ്റെ പേരാണ് നോളജ് ഇക്കോണമി. ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒന്നിലേക്ക് അറിവ് ഏറ്റവും വലിയ ഉപകരണമായി, ഏറ്റവും വലിയ ആയുധമായി, ലോകത്തെ ഏറ്റവും വലിയ ചൂഷണായുധമായി അറിവ് മാറാൻ പോവാണ്. അറിവിനെ സ്വന്തമാക്കി, പാറ്റന്റുകളെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് അറിവ് ഉപയോഗിച്ച് ചൂഷണം ചെയ്യുവാനുള്ള വളരെ അമൂർത്തമായ ഒരു മൂലധനമായി നോളജ് ക്യാപിറ്റൽ വരാനുള്ള സാധ്യത വരികയാണ്. അദൃശ്യവും അമൂർത്തവുമായി മൂലധനം മാറിക്കൊണ്ടിരിക്കുകയാണ്, ചൂഷണത്തിൻ്റെ ആയുധം മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സന്ദർഭത്തിൽ ഇതെല്ലാം വീണ്ടും വീണ്ടും കേന്ദ്രീകരിക്കപ്പെടും എങ്കിൽ അറിവിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ സാധ്യത കേരളത്തിൽ മറ്റെവിടേക്കാൾ കൂടുതലുണ്ട്. കാരണം പുരോഗമന വിദ്യാഭ്യാസമാണ് സമൂഹത്വ വ്യവസ്ഥയോടുള്ള വിമർശനം ശക്തമായി മനസ്സുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ അറിവ് സമൂഹത്തിൽ മുഴുവൻ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസം ശക്തമായതോടെ എന്തുകൊണ്ട് 2016 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചു? പൊതുവിദ്യാഭ്യാസം ശക്തമാക്കാനാണ്. 100% മനുഷ്യർക്ക് വിദ്യ അഭ്യസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. വിദ്യ അഭ്യസിക്കല പ്രധാനം. അവർ വിദ്യ അഭ്യസിച്ച് അറിവുൽപാദനത്തിൻ്റെ സാധ്യതയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണേ, അവസാനിപ്പിക്കുകയാണ്. ചിലർ മാത്രമല്ല ഒരു സമൂഹം മുഴുവൻ, ഒരു ജനത മുഴുവൻ പുതിയ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ, അല്ലെങ്കിൽ നല്ല ഭാഷ ജ്ഞാനോൽപാദനത്തിന് തയ്യാറാകുന്ന ഒരിടമാണ് കേരളം. ജ്ഞാനോൽപാദനം എന്ന് പറയുന്നത് അറിവ്, വിവരം, അറിവ്, വിജ്ഞാനം, ജ്ഞാനം എന്ന 4 ഘട്ടങ്ങളിലൂടെ കടന്ന് ജ്ഞാനോൽപാദനം ചിലരുടെ മാത്രം സങ്കേതങ്ങളായി ഇതുവരെ നമ്മൾ കണ്ടെടുത്തു നിന്നും ജനകീയ പുരോഗമന വിദ്യാഭ്യാസത്തിലൂടെ ഒരു ജനത മുഴുവൻ ജ്ഞാനോൽപാദനത്തിന് തയ്യാറാകുന്ന ഒരു മറ്റേ ആശയം. ഒരു ജനത മുഴുവൻ ജ്ഞാനോൽപാദനത്തിന് തയ്യാറാവും. അപ്പോഴാണ് ആ ജനത വൈജ്ഞാനിക സമൂഹമായിട്ട് മാറുന്നത്. ജ്ഞാനോൽപാദനത്തിന് കഴിവുള്ളൊരു സമൂഹം, ജ്ഞാനോൽപാദനത്തിന് കഴിവുള്ള ഒരു പൂർണ്ണമായ സമൂഹം. ആ സാധ്യതയുള്ള സമൂഹത്തെയാണ് വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്നത്. പൊതുവിദ്യാഭ്യാസമില്ലാത്തൊരു സ്ഥലത്തും ഇതിൻ്റെ സാധ്യതയില്ല
എന്ന് വ്യക്തമായി കാണും. പുരോഗമന വിദ്യാഭ്യാസമില്ലാത്ത, വിമർശനബോധമില്ലാത്ത, ചോദ്യം ചോദിക്കാത്ത, ഇടപെടാത്ത, എതിർക്കാത്ത ഒരു സമൂഹവും വൈജ്ഞാനിക സമൂഹമായിട്ട് മാറില്ല. അതുകൊണ്ട് വൈജ്ഞാനിക സമൂഹമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടാനുള്ള സമസ്ത സാധ്യതകളും ഇവിടെ ഉണ്ടായത് 57-ൽ EMSൻ്റെ ദിശാബോധമുള്ള സാർത്ഥകമായിട്ടുള്ള വിദ്യാഭ്യാസ ഇടപെടലുകളിലൂടെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിർത്തുന്നു. അഭിവാദനം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.